നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിലാണ്. നമ്മുടെ പുതുപ്പള്ളിയിലെ പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മന് നാളെ പുതുപ്പള്ളി പൗരാവലി ഒരുക്കുന്ന സ്വീകരണത്തിൻ്റെ ആലോചനാ കമ്മിറ്റി യോഗമാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഇപ്പം നടക്കുന്നത്. അപ്പം നമ്മുടെ അതിൻ്റെ കൺവീനർമാരെല്ലാം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ നാളത്തെ പ്രോഗ്രാം എന്തൊക്കെയാണെന്നുള്ളത് അവർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർക്ക് നാളെ പുതുപ്പള്ളി പൗരാവലിയുടേതായി ഒരു സ്വീകരണം നൽകുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം വന്ന ബഡ്ജറ്റിൽ ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹം നമ്മുടെ പുതുപ്പള്ളിയിലെ 8 പഞ്ചായത്തുകളുണ്ടെങ്കിലും നല്ലൊരു പരിഗണന ലഭിച്ചത് പുതുപ്പള്ളി പഞ്ചായത്തിന് തന്നെയാണ്. വളരെ നല്ല 3 കാര്യങ്ങൾ അദ്ദേഹം ഫണ്ട് വെക്കുകയും പുതുപ്പള്ളിയിലെ ധാരാളം റോഡുകൾക്ക് BMBC നിലവാരത്തിൽ ആകുവാൻ വേണ്ട ഫണ്ടും അതിനകത്ത് വകയിരുത്തിയിരിക്കുകയാണ്. ഏകദേശം 10 കോടി രൂപയുടെ, നമുക്കറിയാം പുതുപ്പള്ളിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തലപ്പാടിയിൽ അങ്ങനെ ഒരു സംവിധാനം വന്നതിന് ശേഷം അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാൽ 5 കോടി രൂപ അതിന് വകയിരുത്തി. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം ധാരാളം ചെറുപ്പക്കാർ കേരളം വിട്ട് നാട് വിട്ടു പോവുകയാണ്. അവരെ ഇവിടെ പിടിച്ചിരുത്തക്ക രീതിയിൽ ഒരു IT പാർക്ക്, അതിനും 4 കോടി രൂപ ആറാട്ടുകരയിൽ വകയിരുത്തിയിരിക്കുകയാണ്. അതുപോലെ വെണ്ണിമല ക്ഷേത്രത്തിനും ഫണ്ട് വകയിരുത്തിയിരിക്കുകയാണ്. അങ്ങനെ പുതുപ്പള്ളിക്ക് നല്ലൊരു പരിഗണന ലഭിച്ചു. അപ്പോൾ അത് പുതുപ്പള്ളിക്കാരെന്നുള്ളത് നാം ഓരോരുത്തരും അതിനകത്ത് സന്തോഷിക്കുകയും അതിന് അദ്ദേഹത്തിനൊരു നന്ദി സൂചകമായിട്ടാണ് നാളെ ഈ പൗരാവലിയുടേതായിട്ട് പ്രോഗ്രാം നടക്കുന്നത്. ശനിയാഴ്ച നാളെ വൈകുന്നേരം 5:30 പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഗ്രൗണ്ടിൽ നിന്നും, ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഘോഷയാത്രയായി ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് വരികയും ഇവിടെ നടക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവറുകൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് തിരുമനി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതുമാണ്. അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകന്മാർ, സാമുദായിക സംഘടനാ നേതാക്കന്മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിക്കുകയും, അതുപോലെ പുതുപ്പള്ളിയിലെ കുടുംബശ്രീ, തൊഴിലുറപ്പ്, ആശാപ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, ടീച്ചർമാർ, ഹരിതകർമ്മസേന അടക്കം പുതുപ്പള്ളിയിലെ നാനാ തുറകളിലുമുള്ള എല്ലാ ആളുകളും ഇതിനകത്ത് ഇതൊരു പുതുപ്പള്ളിയുടെ ഒരു ചരിത്ര മുഹൂർത്തമാക്കി മാറ്റുവാൻ ഇവിടെ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് പുതുപ്പള്ളിയിലെ ഓരോ ജനങ്ങളും നാളത്തെ ഈ പരിപാടിയിലേക്ക് കടന്നു വരണം. ഇത് നമുക്കറിയാം, ഒരു ഇലക്ഷനിലൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ മത്സരിച്ച് വന്നാലും ഒരു MLA ആയി കഴിയുമ്പോൾ അവിടെ രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ഒരേ മനസ്സോടുകൂടി പുതുപ്പള്ളിയുടെ വികസനം മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ MLAക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ്. അത്തരത്തിൽ കണ്ടുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിലെ എല്ലാ ആളുകളും നാളത്തെ ഈ പരിപാടി വിജയിപ്പിക്കുവാൻ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഋഷായൻ സാറ് ഒരു പുതുപ്പള്ളിയുടെ നാളുകളിൽ ഉണ്ടാകേണ്ട വികസനത്തെക്കുറിച്ചൊരു കൃത്യമായ പഠനങ്ങൾ നടത്തി ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അത് MLAക്ക് കൈമാറുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഈ പരിപാടി വിജയിപ്പിക്കുവാൻ പുതുപ്പള്ളിയിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും സഹപ്രവർത്തകരെയും ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്കും 5:30 നമ്മുടെ നടക്കുന്ന ഘോഷയാത്രയിലേക്കും കടന്നു വരണം എന്ന് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.